ഏത് സാഹചര്യത്തിലാണ് ലെവിൻ ഇയാൾ കീഴടങ്ങിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സംശയം ഉയർത്തിയിരുന്നോ? എങ്ങനെയാണ് ഈ കേസിന്റെ തുടക്കം? ലക്ഷ്മി, രണ്ട് കൃത്യങ്ങൾ ചെയ്തതിന് ശേഷം യുവാവിന് വലിയ മാനസിക വിഷമം തോന്നുകയും ഈ സംഭവത്തിൽ താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ ചെയ്ത കുറ്റത്തിന്റെ പശ്ചാത്താപത്തിന്റെ കൂടി ഭാഗമായാണ് ഇയാൾ സ്റ്റേഷനിലെത്തിയതും കീഴടങ്ങിയതും. 26 വയസ്സുകാരനാണ്. ഇയാളുടെ പേര് വിവരങ്ങളോ മറ്റോ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ഈ യുവതിയെ കൂടി കസ്റ്റഡി എടുത്ത സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. ഇത് കുട്ടികൾ പ്രസവത്തെ തുടർന്ന് മരിച്ചതാണോ അതല്ലെങ്കിൽ കൊലപാതകമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ചോദ്യം ചെയ്യൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാകും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനാവുക. ഏതായാലും 26 വയസ്സുകാരനും 21 വയസ്സുകാരിയുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇവരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്മി, ലെവിൻ, ഇരുവരും അവിവാഹിതരാണ്. അപ്പോൾ ഇവരുടെ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിക്കാണില്ലേ? അങ്ങനെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമോ? ഇവർ അവിവാഹിതരാണെങ്കിലും ഒന്നിച്ച് താമസിച്ചു വരുന്നതായാണ് നമ്മൾക്ക് ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെയും ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. യുവാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയെങ്കിലും ഒറ്റയ്ക്കെത്തിയാണ് സ്റ്റേഷനിൽ ഇക്കാര്യങ്ങൾ പറയുന്നത്. കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട കാര്യവും അസ്ഥി സൂക്ഷിച്ച കാര്യവും മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ ഏതെങ്കിലും അറിവുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അന്വേഷണ സംഘത്തിനും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ, യുവാവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളടക്കം പരിശോധിക്കുന്നതിനായി ഈ അസ്ഥി സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിന്റെ തെളിവ് ശേഖരണം അടക്കം നടത്തേണ്ടതുണ്ട്. ഈ സംഭവ സ്ഥലത്തെത്തിച്ച് ഈ ആളുകളെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസ് സ്റ്റേഷനിലെത്തി ആഭിചാര കർമ്മങ്ങൾക്കായാണ് കുട്ടികളെ കൊന്നത് എന്ന് ഈ പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ മൂന്നാമതൊരാളുടെ കൂടി പങ്ക് അത് ഇതിനകത്ത് സംശയിക്കേണ്ടതല്ലേ, കണ്ടെത്തേണ്ടതല്ലേ? തീർച്ചയായും ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉറപ്പായും പോലീസിന് പരിശോധിക്കേണ്ടി വരും. മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്നിട്ടുള്ളത് യുവാവിന്റെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കാര്യമായി പരിശോധിക്കുന്നുണ്ട്. ആരാണ്, ഇയാളുടെ ഉദ്ദേശം എന്തായിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിക്കാനടക്കം നിർദ്ദേശം നൽകിയത് ഏത് കാരണത്താലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഇയാളെ കൂടി പോലീസ് കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഏതായാലും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇയാളെ കൂടി എത്തിച്ച് ചോദ്യം ചെയ്യൽ നടത്തുന്നത് തന്നെയാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. ഏതായാലും യുവതിയെയും യുവാവിനെയും ചോദ്യം ചെയ്ത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഈ ഏതെങ്കിലും തരത്തിൽ ഒരു യുവാവ് ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം രണ്ട് കുട്ടികളെ, അതായത് സ്വന്തം കുട്ടികളെ തന്നെ ഇത്തരത്തിൽ കുഴിച്ചിടുക, അതിന്റെ അസ്ഥി സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് സമീപകാലത്ത് ഒന്നും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. തീർച്ചയായും അത്യന്തം പ്രാകൃതമായ ഒരു കാര്യം കൂടിയാണ്. കേട്ടിടത്തോളം അഭിചാര ക്രിയകൾക്കായി ഇങ്ങനെ കുട്ടികളെ കൊല്ലുക എന്ന് പറയുന്നത്. ലെവിൻ, ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഏത് സാഹചര്യത്തിലാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്? ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നോ? ലക്ഷ്മി, ഏതെങ്കിലും ഒരു പരാതി ഈ വിഷയത്തിൽ ലഭിച്ചതായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 21 വയസ്സുകാരിയും 26 വയസ്സുകാരായ യുവാവും യുവതിയും ദീർഘനാളുകളായി ഒന്നിച്ച് താമസിക്കുന്നു. ഇവരൊന്നിച്ച് താമസിക്കുന്നതിനിടയിൽ 2 കുട്ടികൾ ഉണ്ടാകുന്നു. 2 കുട്ടികളും മരണപ്പെടുന്നു. ഇവർ തന്നെ ദമ്പതികൾ എന്ന് പറയാൻ കഴിയില്ല. 2 പേരും ഒന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്, അവിവാഹിതരാണ്. ഇവർ ചേർന്ന് കുഴിച്ചിടുന്നു. പിന്നീട് ഈ മാംസം അഴുകി തുടങ്ങിയതിനു ശേഷം ഈ അസ്ഥികൾ സൂക്ഷിക്കുന്നു. ഇതിൽ മറ്റൊരാളുടെ ഒരു നിർദ്ദേശവും മറ്റും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇയാൾ ദോഷങ്ങളും മറ്റും തീരുന്നതിനായി ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി വെച്ച് പൂജ ചെയ്യണമെന്നുള്ളൊരു ഒരു അത്തരത്തിലൊരു അറിയിപ്പ് ഇവർക്ക്, ഒരു നിർദ്ദേശം ഇവർക്ക് കൊടുക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അസ്ഥികൾ സൂക്ഷിച്ചത് എന്നുള്ളതാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളുടെ മൊഴി വിശ്വാസയോഗ്യമാണ് എന്നുള്ള
നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഈ യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 21-കാരിയെ കസ്റ്റഡിയിലെടുക്കുന്നതും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നതും. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിനു ശേഷം ഈ സംഭവത്തിന്റെ വസ്തുതകൾ അന്വേഷിക്കുകയാണ് പോലീസ്. അങ്ങനെ അതിന്റെ ഭാഗമായി ഈ മൂന്നാമത് ഇവർ പറഞ്ഞ നിർദ്ദേശം കൊടുത്ത ആളെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അത് കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കങ്ങളെല്ലാം പോലീസ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഫോറൻസിക് പരിശോധനകൾ അടക്കം ആവശ്യമായ ഒരു കേസാണിത്. ഏതെങ്കിലും തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പുതുക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. SHOയുടെ നേതൃത്വത്തിൽ ഈ പോലീസ് ഈ സംഭവത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ലെവിൻ ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ആ തീയതി എങ്ങനെയാണ്? കൃത്യമായ തീയതി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല. 2 വർഷം മുൻപാണ് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പിന്നീട് അതിനെ കുഴിച്ചു മൂടുന്നത് എന്നുള്ളതാണ് യുവാവ് മൊഴി നൽകിയത്. അതിനുശേഷവും ഇവർക്ക് കുട്ടികൾ ഉണ്ടായി എന്നും പറയപ്പെടുന്നു. അങ്ങനെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കുന്നത്. യുവതിയുടെ പ്രസവം നടന്നത് ആശുപത്രിയിലാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ ജന്മന പ്രസവത്തെ തുടർന്ന് ഈ കുഞ്ഞുങ്ങൾ മരിച്ചു പോയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി ഇരുവരെയും ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം ഇവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ ഈ വെളിപ്പെടുത്തിയ വ്യക്തിക്ക് ഈ പങ്കുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നു. ബന്ധുക്കളുടെ മാതാപിതാക്കളുടെ അടക്കമുള്ള ആളുകളുടെ അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം, കുഞ്ഞുങ്ങൾ ആശുപത്രിയിലെത്തിയാണോ ജനിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്നാലും പുതുക്കാട് പോലീസ് കാര്യക്ഷമമായി തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. യുവാവിന്റെ വെളിപ്പെടുത്തലിൽ സത്യമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സംശയങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെങ്കിലും അതിനെ ഗൗരവത്തോടുകൂടി തന്നെ പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് 21-കാരിയായ യുവതിയെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും അല്പ സമയങ്ങൾക്കകം തന്നെ അതിന്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം, സ്ഥിരീകരണം എപ്പോഴേക്കും കിട്ടുമെന്നാണ് അറിയുന്നത്? ലെവിൻ, ഇവരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളവ അറിയണം. മറ്റൊരു കാര്യം, ഇങ്ങനെ ഇരട്ട കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ഈ പരിസരവാസികൾക്ക് ആർക്കും തന്നെ സംശയം തോന്നിയില്ലേ? അത്തരം പരാതികളോ റിപ്പോർട്ടുകളോ പോലീസിന് കിട്ടിയിരുന്നോ? ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങളൊന്നും പോലീസ് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല ലക്ഷ്മി. ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഭാഗമായി ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. ഈ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ഇവർ ഇവിടെ ഈ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിൽ തന്നെ വെച്ചാണോ ഈ സംഭവങ്ങൾ നടന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഈ കാര്യങ്ങൾ വ്യക്തമാകും. അല്പസമയങ്ങൾക്കകം തന്നെ നമ്മൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അവിവാഹിതരായ യുവാവും യുവതിയുമാണ് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ജനിച്ച നവജാത ശിശുക്കളെ 2 കാലങ്ങളിലായി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി വെളിപ്പെടുത്തൽ നടത്തി. അതിനെ തുടർന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ആഭിചാര കർമ്മങ്ങൾക്കായാണ് ഇങ്ങനെ കൊലപ്പെടുത്തിയത്, അവരെ കുഞ്ഞുങ്ങളുടെ അസ്ഥി എടുത്ത് സൂക്ഷിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ യുവാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റ് ഏതെങ്കിലും വ്യക്തികളുടെ പങ്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം ലഭ്യമാകാനുണ്ട്. മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയ ആഭിചാരക്രിയകൾക്കായി കുട്ടികളെ കൊല്ലണമെന്നും അസ്ഥി സൂക്ഷിക്കണമെന്നും ഒക്കെ ഇവർക്ക് നിർദ്ദേശം നൽകിയ ഒരാൾ കൂടി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് ഏതായാലും ലഭിക്കുന്നുണ്ട്. അതാണ് നേരത്തെ ലെവിൻ പങ്കുവച്ചത്. തൃശ്ശൂർ പുതുക്കാട് വെള്ളിക്കുളങ്ങരയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. തീർത്തും മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആഭിചാരക്രിയകൾക്കായി നവജാത ശിശുക്കളെ കൊന്നു എന്ന വിവരം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്, സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. വരുന്ന മുറയ്ക്ക് അതിലേക്ക് പോകാം. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.